ഹലോ ഗൈസ്, ഇന്ന് എൻ്റെ ജോലിയുടെ മൂന്നാമത്തെ ദിവസമാണ്. ഇന്ന് ഫീൽ ആയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ഈ ഒരു പുതിയ ജോലിയുമായിട്ട് അഡാപ്റ്റ് ചെയ്യാൻ കുറച്ച് പാടുണ്ടായിരുന്നു. എങ്ങനെയാണ് എന്താണ് എന്നെനിക്കറിയില്ലായിരുന്നു. അപ്പം ഇന്ന് ഞാൻ എൻ്റെ ടീംമേറ്റ്സിൻ്റെ കൂടെ ആദ്യമായിട്ടാണ് ഞാനൊരു ടീമായിട്ട് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ എൻ്റെ അതേ രീതിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഞാൻ ടീംമേറ്റ്സിൻ്റെ കൂടെ നിന്ന് വർക്ക് ചെയ്തു. അപ്പോൾ അവരെനിക്ക് കുറേ കാര്യങ്ങൾ പുതിയതായിട്ട് പറഞ്ഞു തന്നു. എങ്ങനെയാണ് ചെയ്യുന്നത്, ഏത് രീതിയിലാണ് മുന്നോട്ട് പോകേണ്ടത് എന്നുവെച്ചാൽ ഒരു ഇൻസ്പിറേഷൻ, ഒരു സപ്പോർട്ട്. അതായത് നമ്മളിപ്പം പുതിയതായിട്ട് വരുവാണ്, എങ്ങനെയാണ് അത് മുന്നോട്ട് പോകേണ്ടത്. എനിക്ക് ശരിക്കും നല്ലൊരു സപ്പോർട്ടാണ് അവരെനിക്ക് തന്നത്. പിന്നെ ഇന്ന് ഫുഡിൻ്റെ രാവിലെ എടുത്തത് ഇഡ്ഡലിയും സാമ്പാറുമായിരുന്നു രാവിലത്തെ ഫുഡ്. ഉച്ചയ്ക്ക് മീനുണ്ടായിരുന്നു, പക്ഷെ അത് എനിക്കങ്ങനെ ഇഷ്ടപ്പെട്ടില്ല. കുറച്ച് ചോറേ കഴിച്ചുള്ളൂ. പിന്നെ രാത്രി ദോശയും ചമ്മന്തിയുമായിരുന്നു, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. തട്ട് ദോശയായിരുന്നു. പിന്നെ ഓവറാൾ വർക്ക് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ദേ ആർ സപ്പോർട്ടീവ്. ദാറ്റ്സ് ദ ബെറ്റർ ആൻഡ് ഇമ്പോർട്ടൻറ്റ് നോട്ട് ഐ വാണ്ട് ടു സേ. ലൈക്ക് എനിക്കിതുവരെ അങ്ങനൊരു എക്സ്പീരിയൻസ് ഇതുവരെ വന്നിട്ടില്ല. ഇതുവരെ എല്ലായിടത്തും എനിക്കൊരു ടോക്സിക് വർക്ക് പ്ലേസിൻ്റെ ഒരു എക്സ്പീരിയൻസാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ഇവിടെയും പ്രഷറുണ്ട്, വർക്ക് പ്രഷറും കാര്യങ്ങളും, വർക്ക് നല്ല രീതിയിൽ വർക്കുണ്ട്. പക്ഷേ അതിൽ നിന്നെല്ലാം ഇവിടെ ഫ്രഷേഴ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഒരു ഫ്രഷർ, ഓക്കെ, നമ്മളിപ്പം എത്ര എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് വരുമ്പോഴത്തേക്കും നമ്മൾ ഫ്രഷറാണ്. അപ്പം ആ ഒരു ഫ്രഷേഴ്സിന് ഇമ്പോർട്ടൻ്റ് ഉണ്ട്. പിന്നെ ഗ്രോയിങ് കമ്പനിയാണ്, ഒരു സ്റ്റാർട്ടപ്പാണ്. ആ സ്റ്റാർട്ടപ്പിൽ നിന്നിട്ട് എനിക്ക് പുതിയ കുറേ കാര്യങ്ങൾ പറയാൻ മനസ്സിലാക്കാൻ കിട്ടിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ എന്ന് വെച്ചാൽ ഫസ്റ്റ് ഡേ എക്സ്പീരിയൻസിൽ എന്നോട് HR പറഞ്ഞത്, നിങ്ങൾ ഇവിടെ ഇപ്പം ഒരു 10-30 എംപ്ലോയീസ് ഉണ്ട്, ആ എംപ്ലോയീസിനോട് എല്ലാവരോടും പോയി ഗ്രീറ്റ് ചെയ്യുക, പോയി വേഗം തന്നെ അങ്ങ് സംസാരിക്കുക എന്നാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു, ഞാനോ എനിക്ക് പറ്റത്തില്ല എന്നുവെച്ചാൽ ഞാൻ എൻ്റെ മൈൻഡിൽ അങ്ങനെ പറഞ്ഞു. എനിക്ക് പുള്ളിക്കാരോട് പറയാൻ പറ്റില്ലല്ലോ. അപ്പം ഞാൻ പിന്നെ ഓരോരുത്തരോടും പോയി, ഹലോ, ഞാൻ രേഖയാണ്, എൻ്റെ വർക്ക് ഇതാണ് എന്ന് ഞാനിങ്ങനെ ഓരോരുത്തരോടും പോയി പറഞ്ഞ് ശരിക്കും ഞാൻ ചിരിച്ച്, അവരും ഭയങ്കര സപ്പോർട്ടീവായിട്ട്, ഓക്കെ, ഇന്ന ആളാണ്. എനിക്ക് പകുതി കൂടുതൽ ആൾക്കാരുടെ പേര് അറിയില്ല, ഇപ്പോഴും അറിയില്ല. കണ്ടാൽ ചിലപ്പോൾ ചിരിക്കുമായിരിക്കും. എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ബട്ട് ഫസ്റ്റ് ഡേ ആ ഒരു ഐസ് ബ്രേക്കിംഗ് ഉണ്ടല്ലോ, ദാറ്റ് വാസ് അമേസിങ്. നമ്മൾ ഫസ്റ്റ് ഡേ വന്നിട്ട് അവർ നമ്മളോട് വന്ന് സംസാരിക്കുന്നതിന് പകരം നമ്മൾ അവരോട് പോയി എല്ലാ രീതിയിൽ നിന്ന് സംസാരിച്ചു. നമ്മുടെ ആ ഒരു ആൾക്കാരോട് മിങ്കിൾ ചെയ്യാനുള്ള ആ ഒരു സ്പേസ് ഉണ്ടല്ലോ, അവരത് നികത്തിട്ടു. പ്ലസ് നമ്മുടെ മാനേജേഴ്സിനോട് നമുക്ക് സംസാരിക്കാൻ പറ്റുന്നൊരു സ്പേസ്, അത് വേറെ എവിടെയും കിട്ടില്ല. ഇനി നിങ്ങളുടെ കമ്പനീസ് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, പക്ഷേ എൻ്റെ രീതിയിൽ ആദ്യത്തെ അനുഭവമാണ്. മാനേജേഴ്സിനോട് നമുക്ക് കോമൺ ആയിട്ട് കാഷ്വലായിട്ട് സംസാരിക്കാൻ പറ്റുക. ഇതാണ് കാര്യം. ഓക്കെ, വർക്ക് പ്രഷർ ഉണ്ട്, വർക്ക് ഈസ് വേറെ, നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ, നമ്മുടെ പ്രഷർ വേറെ. ബട്ട് ഓവറാൾ ഇറ്റ്സ് സപ്പോർട്ടീവ്. ഇനി ഇന്നലെ കുറച്ചുകൂടെ ടഫ് ഡേ ആയിരുന്നു, എന്താണ് എങ്ങനെയാണ് എന്നെനിക്കറിയില്ല. പക്ഷെ അത് വെച്ച് ഇന്ന് കമ്പയർ ചെയ്യുമ്പോൾ ഇറ്റ്സ് ബെറ്റർ ടുഡേ. അപ്പം ഇനിയും എക്സ്പ്ലോർ ചെയ്യാൻ കിടക്കും. ഇനി ഒരു 10 ദിവസം 12 ദിവസം ഉണ്ട്. പിന്നെ ഞാൻ ഇതുവരെയും തിരുവനന്തപുരം എക്സ്പ്ലോർ ചെയ്തില്ല. ഞാൻ ഇപ്പോഴും ഓഫീസ് വീട് ഓഫീസ് എന്നും പറഞ്ഞിട്ട്, എന്നുവെച്ചാൽ വീടല്ല, ഹോസ്റ്റല് ഓഫീസ് ഹോസ്റ്റൽ എന്നുള്ളൊരു രീതി നിൽക്കുവാണ്. അപ്പം തിരുവനന്തപുരത്ത് ഏതൊക്കെ സ്ഥലം എക്സ്പ്ലോർ ചെയ്യാനുണ്ടെന്ന് ആരെങ്കിലും കമൻറ്റ് ചെയ്ത് പറഞ്ഞു തരണം. പിന്നെ ഇന്ന് ഞാൻ നേരത്തെയൊക്കെ 1 വേ കൂടെ ആയിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഇന്ന് ഞാനാണെങ്കിൽ എനിക്ക് എൻ്റെ കൊളീഗ്സ് തന്നെ പറഞ്ഞു, അതല്ലാതെ എൻ്റെ ഹോസ്റ്റലിൽ കൂടെ ഉള്ള കൊച്ചു പറഞ്ഞു, എളുപ്പ വഴിയുണ്ട്. അതായത് നമ്മുടെ വീട്ടിൻ്റെ ആകെ
ജസ്റ്റ് നടന്ന് അപ്പുറത്ത് എത്താം, ആ ഒരു രീതിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ ആ ഇടവഴി കൂടെ ഇന്ന് കണ്ടുപിടിച്ച് ആ ഇടവഴി കൂടെ പോയപ്പോൾ 2 മിനിറ്റിനുള്ളിൽ ഞാൻ അവിടെ എത്തി. മറ്റേത് ഒരു അരമണിക്കൂർ ഇത്രയും വണ്ടിയുടെ ഇടയ്ക്കൂടെ ഒക്കെ പോവാന്ന് വെച്ചാൽ ഭയങ്കര പാടായിരുന്നു. അതും ഇന്നൊരു ഡിസ്കവറി ആയിരുന്നു. ഇന്ന് ശരിക്കും എനിക്ക് പുറത്തുനിന്ന് ഫുഡ് മേടിച്ച് കഴിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ കഴിച്ചില്ല. അത് കഴിഞ്ഞ് അതല്ലാതെ ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഉപ്പേരിയും ബിസ്ക്കറ്റും എല്ലാം കൂടെ സെറ്റാക്കി വെച്ചു. ഇനിയിപ്പം നാളെ വേറൊരു വ്ളോഗ് വരുന്നുള്ളൂ. നാളെ ഞാൻ വീട്ടിൽ പോവാണ് തിരിച്ച്. അപ്പം നാളെ വൈകുന്നേരം അതിൻ്റെ വ്ളോഗ് ഇടണം എന്നുണ്ട്. അപ്പോൾ എന്തായാലും അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പോൾ തിരുവനന്തപുരത്ത് ഏതൊക്കെ സ്ഥലങ്ങളാണ് ഞാൻ കാണണമെന്ന് നിങ്ങൾക്കുണ്ടെങ്കിൽ കമൻറ്റ് ഇടണേ. അതുവരെ ബൈ ബൈ.